ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. എന്താ ഒരാള് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ആ നോമിനേഷന്റെ വോട്ട് ചെയ്യേണ്ട അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടെയല്ലേ ഉള്ളൂ. അപ്പോ പുറത്തൊരു വീഡിയോ ഞെട്ടിപ്പോയി. ആള് പുറത്തായോ? ഫസ്റ്റ് വീക്കാണ് നോമിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരെല്ലാരും വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിച്ചിട്ട് ഞാൻ പേടിച്ചൊക്കെ വിളിക്കായിരുന്നു. പറഞ്ഞിട്ട് എന്തെങ്കിലും അതായത് രേണു സുധി എന്നങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വ്യൂസ് വരും, അറിയാലോ. അതിന്റെ പേരും പറഞ്ഞ് ഈ ഒരു വീഡിയോ പൊക്കിക്കൊണ്ടെന്ന് ഒരുപാട് പേര്. എന്തൊരു വിമർശനാണ്, എന്തിന്റെ ആവശ്യമുള്ളത്? ഈ വിമർശിക്കുന്നവർ പറയുന്ന കേട്ടാ തോന്നും, വീഡിയോ കാണാട്ടോ, വീഡിയോ കാണാം. ആ വീഡിയോ എന്താ പറയുന്ന കേട്ടാ തോന്നും ബിഗ് ബോസിന്റെ അവിടുന്ന് പുറത്തേക്ക് മാറി നിന്നിട്ട് മൊബൈലൊക്കെ ഓൺ ആക്കിയിട്ട് ഞാന് അങ്ങനെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഒറ്റ പോരൽ ഇപ്പുറത്തോട്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. അതെ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ അനുവാദം ചോദിച്ചിട്ടേ വീട്ടിൽ പോയി വരാ. ചെന്നൈന്ന് 5 മിനിറ്റ് മതിയല്ലോ. 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ പോയിരുന്നു. പിന്നെ തിരിച്ചു പോകാനാണ് കുറച്ച് സമയം എടുക്കുക, കാരണം കുറച്ച് പാപ്പരാസികൾ ചുറ്റും കൂടും. അതിന്റെ അടിയിൽ നിന്നൊക്കെ നുഴഞ്ഞ് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് എത്തണമെങ്കിൽ അതായത് ഇങ്ങോട്ട് വരുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം വേണ്ടി വരും, ദൈർഘ്യം കൂടും. അപ്പൊ ആ ഒരു സമയമൊക്കെ അനുവാദം ചോദിച്ച് പുറത്തിറങ്ങി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ആള് പിന്നെയും പോയി. ഇതാണെങ്കിൽ ഒരു പ്രശ്നമായിരുന്നു. എടാ പറയാട്ടോ, യൂട്യൂബ് ചാനലൊക്കെ തുറന്നു വെച്ച് ഒരു ഇത് ചെയ്യുമ്പോ നമ്മുടെ ഭാഗത്ത് തെറ്റ് വരും. പക്ഷെ എങ്കിലും കുറച്ചെങ്കിലും നമ്മള് തെറ്റ് വരരുത് എന്നുള്ള ഒരു ചെറിയ കൺസേൺ എങ്കിലും വെക്കണം. അതിനെ തെറ്റ് വരരുത് എന്ന് വിചാരിക്കാതെ എനിക്ക് വ്യൂസ് മാത്രം മതി എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു വിചാരം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് നമ്മള് തെറ്റ് വരരുത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, എന്നിട്ട് വന്ന് തെറ്റ് വന്നാലും അബദ്ധത്തിൽ വന്നു പോവാം. ഇത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ വന്നേക്കാം. പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് ഒരാള്, അതായത് രേണു സുധി വാ തുറന്നു കഴിഞ്ഞാൽ അത് ഇന്നതിനാണ് അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. എന്തത് നിങ്ങൾക്ക് അതായത് ശരിക്കും മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അതിഭീകര വേർഷനാണിത്. അതായത് ഒരു കൂട്ടം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങള്. ഇതിലെന്ത് തെറ്റാണുള്ളത്? ഇതെന്താ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണത്? അല്ലെങ്കിൽ തന്നെ രേണു സുധി പുറത്തു പോകുന്നതിന്റെ മുന്നേ ഒരു 10 ആഴ്ചത്തേക്കുള്ള വീഡിയോ ചെയ്തു വെച്ചിട്ടാ പോയത്. എന്ത് പ്രശ്നമുള്ളത്? പൈസ ഉള്ള ആൾക്കാർ അത് ഇത് കണ്ടിട്ട്, അതായത് എന്താണ് ആളിട്ട വീഡിയോ എന്ന് കാണിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അതില് പറയാനുള്ളത് പറയണ്ട, ഈ വീഡിയോ അല്ലേ, അതായത് അതിനകത്ത് ഒരാഴ്ചയിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വന്ന ആ ഒരു വിഷമം ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അതൊരു സത്യം കേട്ടോ. അത് കൊള്ളാം. പിന്നെ പറയാൻ വന്ന അതായത് കാശുള്ള അതിനകത്ത് കയറിയിരിക്കുന്ന കുറെ ഫാൻസ് ഉള്ള കുറെ ആൾക്കാരുണ്ട്. കാശും ഫാൻസും ഒക്കെ ഉള്ള അവര് അതിനനുസരിച്ച് കയറുന്നതിന്റെ മുന്നേ തന്നെ PR ടീമിനെ സെറ്റ് ചെയ്ത് വെച്ച് അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ സപ്പോർട്ട് അവിടെ ഉണ്ട്. ആ ഒരു പവർ അവർക്കുണ്ട്. ഓക്കെ, ഒന്ന് അതായത് മറ്റു മത്സരാർത്ഥികളുടെ കാര്യമാണ് ഈ പറയുന്നത്. രേണുസുധിക്ക് എന്തായാലും ഹേറ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ക്യാഷ് ഉള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ക്യാഷും കൊടുത്ത് നല്ല PR ടീമിനെ സെറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ മൊത്തം, അതായത് ഇവർക്ക് വരുന്ന നെഗറ്റീവ് സാധനം പോലും പോസിറ്റീവ് ആക്കാൻ BGM ഇട്ടിട്ട് വീഡിയോ ഇട്ട് പുറത്തുവിടുകയാണ്. ഇത് എല്ലാ സീസണിലും നടക്കുന്ന കാര്യമാണ്. അതെ, ഈ സാധനം ചെയ്യുന്ന ആൾക്കാര് അവിടെ അകത്ത് ഉണ്ടാകുമ്പോ അവരെ വിമർശിക്കാത്ത നിങ്ങള് എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട്, അതായത് പൈസ ഇല്ലാത്ത ആൾക്കാർ പല രീതിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. അത് അവരുടെ തന്ത്രമല്ലേ. അവരുടെ കാശ് കൊടുത്തിട്ട് PR സെറ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല. അവര് പോകുന്നതിന്റെ മുന്നേ തന്നെ ഒരു 10 ആഴ്ചത്തേക്കുള്ള വീഡിയോ ചെയ്തു വെച്ചു. എനിക്ക് ഇതേപോലെ എല്ലാ സമയത്തും ഇങ്ങനെ നോമിനേഷൻ വരുന്ന സമയത്ത് ഓരോ വീഡിയോ വെച്ചിട്ടാൽ എന്ത് പ്രശ്നമുള്ളത്?
എന്താ ആദ്യത്തെ കാര്യമാണോ അത് ഇതിനു മുന്നേ എത്രയോ പേര് ചെയ്തു ബിഗ് വെച്ചിരിക്കുന്നു. ബോസ് സീസൺ 5 ഋഷി ഓരോ ആഴ്ചയിലും ഈ വീഡിയോ ആയിരുന്നു. അതിനെന്താ കുഴപ്പമൊന്നുമില്ല. അതെന്താ കുഴപ്പം? ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ, സീസൺ 3 മണിക്കൂട്ടിന് ഇവരൊക്കെ ഫൈനൽ നടത്തിയത് 1.5 മാസം പുറത്തു നിന്നതിന് ശേഷമാണ് ഫൈനൽ നടത്തിയത്. അതെ. അന്ന് ഇവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാ? ഇവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസാ. അതെ. അതൊന്നും പ്രശ്നമില്ലെങ്കിൽ അതൊന്നും ഇതിനകത്ത് ബാധകമല്ല. ഇത് ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറുന്നതിന്റെ മുന്നേ എടുത്ത വീഡിയോ ആയിട്ട് എന്ത് ബന്ധമാണുള്ളത് ഇതിന്? ഈ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഈ വിമർശിക്കുന്നവർക്ക് അറിഞ്ഞൂടെ ഇത് അതിന്റെ മുൻപ് ചെയ്തു വെച്ച സാധനമാണെന്നുള്ളത്? കാണുന്നവർക്ക് ഏത് പൊട്ടണ ഇത് മനസ്സിലാകാത്തത്? അല്ലെങ്കിൽ തന്നെ പുറത്തായ ഒരാള്, ഇനിയിപ്പോ പുറത്തായി ചോദിച്ചോ, പുറത്തു പോയ ഒരാളെന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് അറിയാൻ ചോദിക്കാം. ഇത് അത്രയും ബോധമില്ലാത്ത ഒരാളാ. ഇതിലെന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അത് പോട്ടെ. ഇപ്പോ ഏഷ്യനെറ്റ് ജിസേലിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊമോ. അതായത് ആ ഗുണ്ടി സംഭവവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണത്. ആ വീഡിയോ ഏഷ്യനെറ്റ് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? കൊളാബ് ആർക്കാ? ജിസേലിന്റെ ഒഫീഷ്യൽ പേജിലേക്ക് കൊളാബ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും കൊളാബറേഷൻ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ഇതുണ്ടല്ലോ, ഇത് എല്ലാവർക്കുള്ള വീഡിയോ പുറത്തു വരണം. ഓരോരുത്തരും കൊളാബ് ചെയ്യണം. 19 കണ്ടസ്റ്റന്റ്സ് ഉണ്ട്. ഇവർക്ക് അവരുടെ എല്ലാ സ്പെഷ്യൽ വീഡിയോസ് അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഇടുന്നുണ്ടോ? അത് കാരണം എന്താണെന്നറിയോ? ഇപ്പൊ അവര് അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് കരുതിയാൽ പോലും നടക്കൂല. ചിലര് മാത്രമേ പ്രത്യേകം, അതായത് ഇവരുടെ ഒഫീഷ്യൽ പേജ് ഹാൻഡിൽ ചെയ്യാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് പോവുള്ളൂ. ചിലര് നോക്കിയല്ല. അതെ. ഇപ്പൊ ഓരോരുത്തരുടേതും നോക്കിയാൽ മതി. അതിനുശേഷം പോസ്റ്റ് വരാത്തവരുണ്ട്, വരുന്നവരുണ്ട്, സ്ഥിരം വീഡിയോ വരുന്നവരുണ്ട്, സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്, സ്റ്റോറി ഇടുന്നവരുണ്ട്. ഒരുപാട്. അതിന് ഹാൻഡിൽ ചെയ്യാൻ ആൾക്കാരെ നിർത്തി പോയവരൊക്കെ അവരൊക്കെ ക്യാഷും കൊടുത്ത് ഇവരെ നിർത്തി ഇവര് സെറ്റാക്കുന്നതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. സ്വന്തമായിട്ട് ക്യാഷ് ഇല്ലാതെ ഈ പാവം കുട്ടി ഒരു വീഡിയോ അതിന് മുമ്പ് ചെയ്തു വെച്ച നിങ്ങൾക്ക് അത് വലിയ തെറ്റ്. അങ്ങനെ തെറ്റാണെന്ന് വിചാരിക്കുന്നവർക്ക് ആ ഇരുത്തം കിട്ടത്തേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്ത് സംഭവിക്കാൻ പോകില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസിന് പോലും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാനാണ്? ഷോയിന്റെ ഉള്ളിൽ കയറി വന്നിട്ട് ചെയ്ത കാര്യമൊന്നുമല്ല. അതിന് മുന്നേ ചെയ്തതായിട്ട് എന്ത് ബിഗ് ബോസിന്? അല്ലെങ്കിൽ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പോലും പാടില്ല ബിഗ് ബോസിന്റെ ഉള്ളിൽ. അപ്പൊ അവര് പുറത്ത് എന്ത് ചെയ്തു എന്നുള്ളത് ബിഗ് ബോസിന് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആവശ്യമില്ലല്ലോ. ഇവിടെ പല ചാനലുകളിലും കണ്ടു, എന്താ രേണുസുതി പുറത്തേക്കോ, രേണുസുതിനെ പുറത്താക്കുമോ, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തേനെ എന്തിന് അനുവദിക്കോ? ബിഗ് ബോസ് ഇത് അനുവദിക്കുവോ? കാരണം അതിന്റെ നിയമത്തിനെതിരാണോ ഇത്? ഇതിന്റെ മുമ്പ് കാണാതെ സാധനമാണല്ലോ. അങ്ങനെ എതിരായിട്ട് നോക്കാൻ എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലെ കണ്ടസ്റ്റന്റ് തന്നെയുണ്ട്. ഇഷ്ടം പോലെ എതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താണ് വേട്ടയാടുന്നത്? ഹേയ്, അതാണ് എന്താണിത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു മാന്യത കാണിച്ചൂടെ? ഒരാള് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വ്യൂസ് വരുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇരുന്നിട്ട് നെഗറ്റീവ് അടിച്ചങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. കുറെ ആൾക്കാരുണ്ട് സ്വന്തമായി, അതായത് ഒരു കാര്യം കാണുമ്പോൾ ഇതിങ്ങനെയാണല്ലോ, അതിന് ഇങ്ങനെ ഒരു വശം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർ പറയുന്നത് അവരുടെ വാചകമായി മാറും, അതായത് അവരുടെ നിലപാടായി മാറും. അതായത് ഒരാളെ കുറിച്ച് സ്വയം വിലയിരുത്തൂല. അതെ. മറ്റൊരാൾ എന്താണോ പറയുന്നത് അത് വെച്ചിട്ടാണ് അയാളെ അളക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതെ. അപ്പൊ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ഏത് സ്വന്തമായി തീരുമാനിക്കാൻ കഴിവുള്ളവർ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യണം. അതായത് ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് നിങ്ങളിരുന്ന് പറയാ, നിങ്ങളൊന്ന് കാണിച്ചുക, ഇതിൽ ഒരൊറ്റ തെറ്റ് കാണിച്ചുക. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിലൂടെ ഉള്ള ഒരു തെറ്റ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഒന്നാലോചിക്കണം, ഋഷി ഓരോ ആഴ്ചയിലും പുറത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് കോപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനു മുമ്പ് പല മത്സരാർത്ഥികളും ഇതിനകത്തേക്ക് പോയതിനു ശേഷം ഞാനിപ്പോതാ ഇതിനകത്താണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതായത് ആദ്യ ദിവസം ആരാണ് വരുന്നതെന്ന് അറിയില്ല, അതിനകത്ത് ഇന്ന ആളാണ് മത്സരാർത്ഥി എന്ന് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തു വരും വീഡിയോ. അതെ, അതുപോലെ തന്നെ അതേപോലെ തന്നെ അല്ല. ഇപ്പൊ ഈ വീക്കെൻഡ് വരുന്നു, വോട്ട് ചോദിക്കേണ്ട സമയമാണ്. അവരെടുത്തു വെച്ച വീഡിയോ അതിന്റെ തലേ ദിവസം അപ്ലോഡ് ചെയ്യുന്നു. എന്ത് തെറ്റാണുള്ളത് ഇതില് വലിയ സംഭവമൊന്നുമില്ല. അതായത് ചിലത് പറയാണേ, രേണുസുതിക്ക് ആദ്യമേ അറിയാമായിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നോമിനേഷൻ വരുമെന്ന്. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ അറിഞ്ഞ് അങ്ങനെ തന്നെ കളിച്ച് ആള് ആ നോമിനേഷനിലെ ആളുടെ പ്ലാന് വെച്ച് തന്നെ ആള് നോമിനേഷനിൽ വന്നതാണെങ്കിൽ ആളുടെ ബ്രില്യൻസ് അല്ലേ ഒന്ന്. അതായത് പ്ലാൻ ചെയ്ത സാധനം അതിനകത്ത് നടപ്പാക്കി.
ഇനിയിപ്പോ വേറൊരു കാര്യം പറയട്ടെ. ഇനി മറ്റൊന്ന് ഇപ്പൊ ആള് അതിനകത്ത് കേറി ഉം. ആൾ അതിനു മുന്നേ ചെയ്തു വെച്ചു. ഫസ്റ്റ് വീക്ക് തന്നെ ആള് വരുന്ന ആൾക്ക് ഉള്ളിൽ ധാരണ ഉണ്ടായിരുന്നു. കാരണം ആൾക്കറിയാം ആൾക്കുള്ള ഹെയ്റ്റ്. അതെ, അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും ആൾ ആ വീഡിയോ നേരത്തെ ചെയ്തു വെച്ചത്. ഇനി വന്നില്ലെങ്കിൽ വേണ്ട, അത്രേ അത്രേ ഉള്ളൂ. അതായത് ഓരോ ആഴ്ചയിലും വന്നാൽ ഇടാം, അതെ, ഇത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു യാത്രയൊക്കെ പോകുമ്പോ ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് എത്തുമ്പോ നമുക്ക് ഇന്ന ഡ്രസ്സ് വേണ്ടി വരും എന്ന് കരുതിയിട്ട് നമ്മൾ കയ്യിൽ കരുതൂലേ, അത്രേ ഉള്ളൂ. ആ സമയം സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ യൂസ് ചെയ്യില്ല. അത് തന്നെയാണ് ഇത്. ആവശ്യമുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞ് ഇവിടെ വൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു വിഷയവും ഇല്ല. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. അതെ, അവർക്ക് വോട്ട് ചെയ്യണം, അവരതിന്റെ ഉള്ളിലാണ്, അവരതുകൊണ്ട് നേരത്തെ വീഡിയോ ചെയ്തു വെച്ചു. മാത്രല്ല ഇത് വെച്ചിട്ട് ആൾക്ക് കുറച്ച് വോട്ട് കൂടുതൽ വരുള്ളൂ. അതായത് ഇപ്പൊ നെഗറ്റീവ് അടിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ട് വരുള്ളൂ. എന്താണല്ലേ ഇങ്ങനെ ഒരു മനുഷ്യ എടാ നിങ്ങളെപ്പോലെ തന്നെ കൈയും കാലും ഒരു വളരെ പെട്ടെന്ന് ഫും എന്ന് പോകുന്ന ഒരു പ്രാണനേ ഉള്ളൂ. ആ ആളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ മനുഷ്യന്മാരെല്ലാരും പറയുള്ളൂ, ഇനി ആയിക്കോട്ടെ, അവർക്ക് അവരുടേതായ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കാം. കുറ്റം ചെയ്യുമ്പോ കുറ്റം എന്ന് പറയണം. അതെ, അത് ഓരോ മനുഷ്യനും ഉള്ളത് തന്നെയാണ് ഈ കുറവുകളും എല്ലാം. പക്ഷെ ഇപ്പൊ അതിനകത്ത് കയറി ഇരുന്നിട്ട് അവര് നിങ്ങളെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല. അവരവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കുറച്ചേ ചെയ്യുന്നുള്ളൂ എന്നാണ് നമ്മുടെ അഭിപ്രായം. സത്യമായിട്ട് പറയണം, അവരതിനു പോലും ശ്രമിക്കുന്നില്ല ചില സമയങ്ങളിൽ. തോന്നിയിട്ടില്ല അങ്ങനത്തെ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അഭിപ്രായമല്ല. അതും പോട്ടെ, അങ്ങനെ ഒരാളെ ഇവിടെ പുറത്തിരുന്നിട്ട് ഇവര് പേടിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ശരിയാട്ടോ, പേടി കൊണ്ടാണല്ലോ ഇവര് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഇനി എങ്ങാനും ജയിച്ചു പോകുന്ന പേടിയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ എന്തിനാ ഇവർ ഇങ്ങനത്തെ വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യം? അതും ഒരു തെറ്റില്ലാത്ത കാര്യത്തില്. ഇതെന്താ ബിഗ് ബോസ് ഫോളോ ചെയ്യാത്ത ആൾക്കാരെന്നല്ല ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതെ, ഇത് സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വീഡിയോസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നവരും കൂടിയാണ്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവര് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ സീസണുകളിലൊക്കെ അവരും കൂടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാ. അവരതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ഇവിടെ വീഡിയോ പുറത്ത് വരുമ്പോ എന്ത് ബ്രില്യന്റ് ആയിട്ടാണ് അവർ ആ ഗെയിം കളിച്ച്, അത് ഗെയിം കളിക്കുന്നതല്ല, പുറത്ത് അവർ അതിനുള്ള സെറ്റപ്പ് ഒരുക്കി വെച്ചിട്ടാണോ അകത്ത് പോയിരിക്കുന്നത് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ഇത് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം രേണുസുതി. ഒന്ന് ആലോചിച്ചോക്ക്, ഒരു വീഡിയോ ചെയ്തതേ എടാ പാവല്ലടാ, ജീവിച്ചു പോട്ടെ എന്ന്. ഈ PR കോടികൾ കൊടുക്കാൻ ആളിത് ഇടട്ടടാ, അവരങ്ങനെങ്കിലും വോട്ട് ചോദിച്ചു പോട്ടെ. ഇനി നിങ്ങൾക്ക് എന്താ ഒരു ശരിയാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് വീഡിയോ ചെയ്യും, ശരിയാണല്ലോ അതൊരു തെറ്റില്ലല്ലോ എന്ന്. അതെ, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കുറ്റബോധം ഉണ്ടെങ്കിൽ. അതെ, ഇപ്പൊ ചിലപ്പോ പറയും രേണുവിന്റെ PR ആണ്. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം, നോ പ്രോബ്ലം.